ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി.ജെ.പിയിൽ തർക്കം മുറുകുകയാണ്. രാജ്യസന്നദ്ധത കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 3 മണ്ഡലങ്ങളിലെയും തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കെ സുരേന്ദ്രൻ നിൽക്കണോ പോകണോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം പാലക്കാട് പാളി എന്നുള്ള വിമർശനം അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു. അതുമാത്രമല്ല, എല്ലാവരുമായും ആലോചിച്ച് പാർട്ടിയിൽ പതിവ് സംഘടനാ രീതിയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. സി കൃഷ്ണകുമാർ പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, നിർബന്ധിച്ച് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്നും ഇക്കാര്യത്തിൽ തനിക്ക് തന്റെ സ്ഥാനാർത്ഥിയാണ് സി കൃഷ്ണകുമാർ എന്ന് പറയാനാവില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതുമാത്രമല്ല, പാർട്ടിയിൽ ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ അത് പരിശോധിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇതിനിടെയാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വിമർശനവുമായി രംഗത്തെത്തിയത്. നഗരസഭാ ഭരണമല്ല പാലക്കാട് ബി.ജെ.പിയുടെ തോൽവിക്ക് കാരണമായത് എന്നാണ് പ്രമീള ശശിധരൻ പറഞ്ഞത്. മറിച്ച് സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയാണ് തോൽവിക്ക് കാരണമെന്നാണ് പ്രമീള ശശിധരനും പറഞ്ഞത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് സജിത്ത്, എന്തായാലും കെ സുരേന്ദ്രൻ കാര്യങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹത്തിനെതിരെ വരുന്ന വാർത്ത അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സുരേന്ദ്രൻ ഈ വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. പാർട്ടിക്കകത്ത് നിന്ന് കനത്ത സമ്മർദ്ദമാണ് സുരേന്ദ്രനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് രാജി വേണമെന്ന ആവശ്യം അനൗദ്യോഗികമായെങ്കിലും ചില കേന്ദ്രങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സുരേന്ദ്രൻ താൻ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കുന്നത്. പക്ഷേ സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നത് തൻ്റെ നിലപാട് അറിയിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുക എന്നതല്ല. ആ നിലപാടിനോട് ദേശീയ നേതൃത്വവും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ആരും രാജിവെച്ച് ഒഴിയേണ്ടതില്ല എന്ന നിലപാട് പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ സുരേന്ദ്രന് മുന്നിൽ വെല്ലുവിളിയാവുന്നത് ബി.ജെ.പിക്കകത്ത്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ സാഹചര്യങ്ങൾ അത് നേതാക്കൾ തുറന്നു പറയുന്നു എന്നതാണ്. സുരേന്ദ്രൻ ഇതിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് താൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മാത്രമല്ല ഇത്തരം തോൽവികൾ ഉണ്ടായിട്ടുള്ളത് എന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ഇന്നലെ വി മുരളീധരൻ നടത്തിയ ഒരു പരാമർശത്തിലുള്ള മറുപടി കൂടിയാണ്. എന്നാൽ അത് വി മുരളീധരനും സുരേന്ദ്രനുമായുള്ളൊരു ഏറ്റുമുട്ടൽ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമായിട്ടില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ സുരേന്ദ്രൻ പാർട്ടിയിലെ വിമർശകർക്കുള്ള മറുപടി കൂടിയാണ് ഈ നിലപാടിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ശരി, കെ സുരേന്ദ്രന്റെ പ്രതികരണം കേൾക്കാം. അല്പസമയം മുമ്പാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്തം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ, സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനം ഒഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്തു പറയുന്നു അത് ശിരസ വഹിക്കുന്ന ആളാണ്. ഇതാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. സജിത്ത്, സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന്. മുൻപ് സുരേന്ദ്രൻ ഈ രീതിയിൽ സംസാരിക്കാറില്ല. പക്ഷേ ഇത്തവണ പാർട്ടിയിൽ അദ്ദേഹം ശരിക്കും ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. നേരത്തെ അദ്ദേഹത്തെ അനുകൂലിച്ച ആളുകൾ പോലും ഇപ്പോൾ വിമർശനവുമായി വരുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആദ്യമായിട്ട് ഇത്തവണ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പ്രതികരണം സുരേന്ദ്രനിൽ നിന്ന് ഉണ്ടാവുകയാണ്, ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന്, അല്ലേ? തീർച്ചയായിട്ടും സുരേന്ദ്രൻ അത്തരമൊരു നിലപാടാണ് എടുത്തത്. അദ്ദേഹം താൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, രാജ്യസന്നദ്ധത അറിയിക്കുന്നു എന്ന കാര്യം പുറത്തേക്ക് വരാൻ, ആ ഒരു വാർത്ത പുറത്തേക്ക് വരാൻ സുരേന്ദ്രനും ആഗ്രഹിച്ചിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിലും ആ നിലപാട് അദ്ദേഹം എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ദേശീയ നേതൃത്വം അത് അംഗീകരിച്ചിട്ടുമില്ല. എന്തായാലും സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാട് അങ്ങനെ തന്നെയാണ്. കാരണം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരമൊരു നിലപാട് തന്നെയാണ് സുരേന്ദ്രൻ ഏറ്റെടുക്കുകയും ചെയ്തത്. ഒപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൊരു ഒറ്റയാൾ തീരുമാനമായിരുന്നു എന്ന ആക്ഷേപം സുരേന്ദ്രൻ തള്ളുകയാണ്. കാരണം അത് അങ്ങനെയല്ല സംഭവിച്ചത്. ഒപ്പം കൃഷ്ണകുമാറിന് എതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ കൂടി അദ്ദേഹം മറുപടി പറയാനും കൃഷ്ണകുമാറിനെ ന്യായീകരിക്കാൻ കൂടി സുരേന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതേസമയം പാലക്കാട് വലിയ ആഭ്യന്തര പ്രശ്നമായി ഈ പ്രതിസന്ധി മാറുന്നു എന്നതാണ്. കാരണം അവിടുത്തെ നഗരസഭാ അധ്യക്ഷ അടക്കമുള്ളവർ കടുത്ത രൂക്ഷ പ്രതികരണം നടത്തുന്നു. ഇന്നലെ സി കൃഷ്ണകുമാർ നടത്തിയ പരാമർശത്തിലുള്ള മറുപടിയായിട്ട് കൂടിയാണ് അവിടെ നഗരസഭാ അധ്യക്ഷ അത്തരം പരസ്യ നീക്കങ്ങൾക്ക് തയ്യാറായത്. വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലക്കാട് ബി.ജെ.പിയിൽ കാര്യങ്ങൾ സുഖകരമല്ല. ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാലക്കാട് ബി.ജെ.പിയിൽ തുറന്ന പോരാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ദേശീയ നിർവാഹക
സമിതി അംഗമായ എൻ ശിവരാജിന് പുറമെ നഗരസഭാ അധ്യക്ഷയായ പ്രമീള ശശിധരനും സി കൃഷ്ണകുമാറിനും BJP നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നഗരസഭാ ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് വിശദീകരിച്ച പ്രമീള കെ സുരേന്ദ്രന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ എന്നും പറഞ്ഞു. ഏറെ നാളായി വിഭാഗീയത ശക്തമായ പാലക്കാട്ടെ BJPയിൽ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയോടെ അതെല്ലാം മറനീക്കി പുറത്തു വരികയാണ്. BJP ഭരിക്കുന്ന നഗരസഭാ ഭരണത്തിനെതിരായ വികാരം തിരിച്ചടിക്ക് കാരണമായെന്ന സി കൃഷ്ണകുമാറിന്റെ പരാമർശമാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ ചൊടിപ്പിച്ചത്. 1-2 വർഷമായിട്ട് നഗരസഭാ ഭരണത്തിനെതിരായിട്ട് നടത്തിവരുന്ന പ്രചരണങ്ങൾ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം നഗരസഭയിൽ റോഡുകൾ തകർന്നു കിടക്കുന്നു, നഗരസഭയിൽ ടൗൺ ഹാൾ പൊളിച്ചിട്ടിരിക്കുന്നു. പക്ഷേ അതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചോളം ഈ റോഡുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ധാരണയില്ലാത്തതുകൊണ്ട് ഇത് വലിയ തരത്തിൽ ഞങ്ങളെ ബാധിച്ചു. തോൽവിയിൽ പ്രമീള ഉൾപ്പെടെ 18 കൗൺസിലർമാർക്കെതിരെ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന P. രഘുനാഥ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് പ്രമീളയുടെ പരസ്യ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്നും സ്ഥിരം സ്ഥാനാർത്ഥി മത്സരിച്ച് തിരിച്ചടി കാരണമായെന്നുമാണ് വിമർശനം. കെ സുരേന്ദ്രന്റെ താൽപര്യത്തോടെയാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതെന്ന് ആരോപിച്ച പ്രമീള നഗരസഭയ്ക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും വിശദീകരിച്ചു. ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് BJP ജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. കാരണം MP ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിന്റെ പേരിൽ MLA സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചോദിക്കാൻ വിഷമമുണ്ട്, കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു. നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ലാതെ ഞാൻ പറയുന്നു. നേരത്തെ കൃഷ്ണകുമാർ പക്ഷത്തായിരുന്ന പ്രമീള കഴിഞ്ഞ നഗരസഭാ ഭരണത്തിന്റെ അവസാന നാളുകളിലാണ് അകന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റെതാണെന്നും കൃഷ്ണകുമാറിന് മത്സരിക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി. സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവ്ദേക്കർജി, അപരാജിത സാരംഗി, അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടുകൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവ്വ സഹമതിയോടുകൂടി അനുവാദത്തോടുകൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത്. അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ, ശ്രീ അമിത്ഷാ ഉൾപ്പെടെ, ശ്രീ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കൃഷ്ണകുമാറിനെതിരെ കൂടുതൽ നേതാക്കളും കൗൺസിലർമാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായേക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, News 18.